നല്ല ആവി പറക്കുന്ന മന്തി കണ്ടില്ലേ? നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ മന്തി ഉണ്ടാക്കിയ കഥയാണ്. ആദ്യം ബിരിയാണി ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ ബിരിയാണി നമ്മൾ കുറേ തവണയായില്ലേ ട്രൈ ചെയ്യുന്നു. മന്തി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അതുകൊണ്ട് നോക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബിലൊക്കെ നോക്കി ഒരു മന്തി മസാല ഉണ്ടാക്കി ആദ്യം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് മാഗി ക്യൂബും നമ്മൾ ഉണ്ടാക്കിയ മന്തി മസാലയും ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കശ്മീരി മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇന്നത്തെ കുക്കിംഗ് ഫുൾ ചേട്ടൻ ഏറ്റെടുത്തിരിക്കുവാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു പണികളും ഇല്ല. മന്തി മസാല ചേർക്കാതെയും മന്തി ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. മന്തി കഴിക്കാൻ അത്ര ആഗ്രഹമായിട്ട് ചെയ്തതൊന്നുമല്ല. ബിരിയാണി ഉണ്ടാക്കാനാണെങ്കിൽ ഉള്ളി മുറിക്കണം, കണ്ണ് നീറണം. ഇതാകുമ്പോൾ അങ്ങനത്തെ യാതൊരു പണികളും ഇല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ഐറ്റങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് നമ്മുടെ രണ്ടാളുടെയും തീരുമാനമാണ്. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം തിളയ്ക്കുമ്പോൾ ആവശ്യമുള്ള സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഉണങ്ങിയ നാരങ്ങയും ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ബസ്മതി റൈസാണ്. ഇട്ട് വളരെ പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടും. നോക്കിയിരിക്കണം കേട്ടോ. ചിക്കൻ നമ്മൾ കുക്കറിലിട്ട് ഒരു 2 വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെള്ളത്തിൽ കലക്കി ചേർക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കൃത്യം ഒരു വിസിലിന് വേവിക്കുക. അതോടെ മന്തി റെഡിയായി. ചിക്കന് മേലെയുള്ള ചോറെല്ലാം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ചോറെല്ലാം വിളമ്പി വെച്ച് കഴിഞ്ഞ് ചിക്കൻ്റെ പീസെല്ലാം എടുത്ത് ഈ ചോറിന് മേലെ നിരത്തി വയ്ക്കുക. മന്തി ഉണ്ടാക്കി നോക്കണം എന്നുള്ള കുറേ നാളത്തെ ഒരാഗ്രഹമാണ്. ഇന്നത് സാധിച്ചു. എല്ലാം കൂടി ഇങ്ങനെ വിളമ്പി വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഭംഗി മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. ആദ്യമായിട്ട് മന്തി ഉണ്ടാക്കി സക്സസ് ആയതല്ലേ. കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള തക്കാളി ചട്നി നമ്മളിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ബിരിയാണിന് ഇത്ര പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ മന്തി. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.